നമ്മളതിന് അനുഗ്രഹ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഒരു ബോർഡ് എക്സാം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മത്സര പരീക്ഷകൾ, ഡിഗ്രി എക്സാംസ്, അവൻ SLCയുടെ പരീക്ഷകൾ. ഈ പരീക്ഷകൾക്കെല്ലാം ഈ ദിവസങ്ങളെല്ലാം ഈ പരീക്ഷ തീരുന്നവരെ ഫെബ്രുവരി അവസാനം വരെ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അവർ പഠിച്ചു കഴിഞ്ഞു. ചിലർക്ക് പേടിയുണ്ട്, ചിലർക്ക് ഭയമുണ്ട്, ഉത്കണ്ഠയുണ്ട്. പക്ഷേ മാതാവ് എല്ലാ മേഖലയിലും ഇടപെട്ട് അവർ സന്ധിക്കും. മാതാപിതാക്കന്മാർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളാണെങ്കിൽ സ്കൂൾ കുട്ടികൾ, ബോർഡ് എക്സാം എഴുതുന്നവർ, SLC എഴുതുന്നവരൊക്കെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇത് വലിയ അവസരമാണ്. നിങ്ങളുടെ വീട്ടിലെ അച്ഛൻ വന്ന് പ്രാർത്ഥിക്കുന്ന പോലെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് നിങ്ങൾ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തണം. പ്രാർത്ഥിക്കാൻ. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കർത്താവ് ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ, SLCക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ, അതുപോലെ തന്നെ ഡിഗ്രി പരീക്ഷയുള്ള കുഞ്ഞുങ്ങളെ, മറ്റു മത്സര പരീക്ഷകൾ, അതുപോലെ യോഗ്യതാ പരീക്ഷകൾ എഴുതുന്നവരെ പ്രത്യേകം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിലെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന മുഴുവനും ആരാധനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും കർത്താവ് ഓരോരോ പ്രയാസങ്ങളും പരീക്ഷകളിൽ ഇരിക്കുന്ന മക്കൾക്ക് കർത്താവ് അവരുടെ സന്ധിപ്പിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ആ പരീക്ഷ മക്കൾ അച്ഛൻ്റെ ഈ പ്രാർത്ഥനയിൽ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവർ ഓടി വന്ന് മാതാവ് അമ്മമാരവരെ വിളിക്കുക. പരീക്ഷ കുഞ്ഞുങ്ങളേക്ക് അടുത്ത് വിളിക്കണം. ഈ സമയത്ത് അവിടെ എഴുന്നേൽപ്പിക്കണം. ഇനി എല്ലാ ദിവസവും അച്ഛൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ പരീക്ഷയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അച്ഛൻ്റെ ഈ പ്രാർത്ഥനയെ കൊണ്ടുവരണം. എന്നിട്ട് മുട്ടി നിൽക്കാൻ പറയണം. എന്നിട്ട് അമ്മമാർ ആരാണ് അവിടെ ഉള്ളത് അവിടെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മൊബൈലിൽ പിടിച്ച് അവിടെ ശിരസിൽ കവിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന അവരെ കേൾപ്പിക്കണം. കർത്താവ് ഭാരമുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സിന് ഭാരമുള്ളവരെ, വിഷയങ്ങൾക്ക് ഭാരമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് കുഞ്ഞുങ്ങളുടെ ശിരസിൽ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Lord, infuse with wisdom. Whatever may study, you may study able to remember, reproduce exam and qualify with thy grade. In the name of Jesus Christ I pray. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ ശക്തി, കർത്താവിൻ്റെ വലിയ കൃപ, കർത്താവിൻ്റെ വലിയ അണിപ്രധാന അത്ഭുത കാര്യങ്ങൾ മക്കളുടെ ശിരസിൽ വെക്കണമേ. പരീക്ഷയുടെ പേനകളെല്ലാം ആശ്രയിക്കപ്പെടട്ടെ. പരീക്ഷയുടെ ഹോൾ ടിക്കറ്റുകളെല്ലാം ആശ്രയിക്കപ്പെടട്ടെ. എന്ത് വിഷയമാണ് മക്കൾക്ക് പാട്, ആ വിഷയത്തിന് അത് ഈസിയാകാൻ കർത്താവിൻ്റെ കാര്യം നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഹിസ് കർത്താവേ, പല വീടുകളും സാമ്പത്തിക തകർച്ചയിലുണ്ട്. വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, വിൽക്കാൻ പറ്റണില്ല. ഇപ്പോൾ തന്നെ ഫെബ്രുവരി ആയപ്പോൾ തന്നെ കിണറുകളിലെ വെള്ളം വറ്റിപ്പോയവരുണ്ട്. ഈശോ അങ്ങനെ പലതുകൊണ്ടും വിഷമിച്ച് പല സ്ഥലങ്ങളിലേക്കും വെള്ളത്തിന് വേണ്ടി പോകുന്നവരുണ്ട്. വെള്ളത്തിൻ്റെ പേരിൽ കുടുംബകലഹങ്ങളിൽ പറമ്പുകാർ തമ്മിലുള്ള പ്രയാസങ്ങൾ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ വരൾച്ചയുടെ പ്രശ്നങ്ങൾ, വരൾച്ചയുടെ വിയർപ്പുകൾ പലതരത്തിൽ അനുഭവിക്കുന്നുണ്ട്. ജോലി ഇല്ലാത്തവരുണ്ട് കർത്താവ്. സാമ്പത്തിക ബാധ്യത വിവാഹത്തിലേക്ക് ഒരുങ്ങുന്നവരുണ്ട്, വിവാഹം കഴിഞ്ഞവരുണ്ട് കർത്താവ്. അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ അവരെല്ലാം നീ സന്ധിക്കുകയും വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും ദൈവകൃപയിലേക്കും അവരെ കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജോലി ഇല്ലാത്തവർ, ഭവനരഹിതരെ, അധ്വാനിക്കാനുള്ള മാർഗ്ഗമില്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, കർത്താവ് വിസ റദ്ദ് ചെയ്തവർ, വിസ പുതുക്കാൻ പറ്റാത്തവർ, ഈശോയെ പല പരീക്ഷകൾ IELTS, OET അതുപോലുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നവരുണ്ട്. ഈശോയെ എഴുതി കഴിഞ്ഞവരുടെ കർത്താവ്, പലതും എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട്. ഈശോയെ ഓരോരോ രാജ്യങ്ങളിലുള്ള പ്രത്യേക പരീക്ഷകൾ എഴുതി കരകയറാൻ പറ്റാത്ത രീതിയിൽ അവർ വിഷമിക്കുന്നുണ്ട്. ഈശോയെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ പരീക്ഷാ ഭയങ്ങൾ യേശുനാഥ് ബന്ധിച്ചുകൊണ്ട് നിങ്ങളുടെ യോഗ്യതകളുപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വിജയം സുനിശ്ചിതമാകാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ.